ഇന്നലെ ഒരു ദുരന്ത പടം കണ്ടതിൻ്റെ വിഷമം ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ മാറി. 2007 അഞ്ജലിയിൽ വന്ന് കണ്ട പടമാണ് വിഷ്വൽ റിലീസ്. അന്ന് ഈ ഇതിൻ്റെ ഫിലിം പെട്ടിയൊക്കെ കൊണ്ടുവരുന്ന ആനപ്പുറത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയുണ്ട്. ലാസ്റ്റ് മറ്റേ മണിച്ചിത്ര താഴാന്ന് തോന്നുന്നു മോഹൻലാൽ കണ്ട്. ഇത് കിടിലം വൈബ്. ഇന്നലെ തക്ക് ലൈഫ് കണ്ട് ക്ഷീണം ഇന്ന് തീർത്തതില്ല. നല്ല രസമുണ്ടായിരുന്നു. ഇത് കാണാൻ വേണ്ടിയാണ് വർക്ക് പോലും വിട്ടിട്ട് വന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കുക. ഡാൻസ് ചെയ്യാനും പാട്ട് ചെയ്യാനും കൂടാതെ മണിമ്പള രാജാട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. കിടില എക്സ്പീരിയൻസ്. ഇതാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. അന്യായം വൈബ് എജ്ജാതി തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ ലാസ്റ്റ് മറ്റേ മണിച്ചിത്ര താഴാന്ന് തോന്നുന്നു മോഹൻലാൽ കണ്ട്. ഇത് കിടിലം വൈബ്. ഇന്നലെ തക്ക് ലൈഫ് കണ്ട് ക്ഷീണം ഇന്ന് തീർത്തതില്ല. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളിച്ച് കാണാൻ പറ്റി. ഇത് കാണാൻ വേണ്ടിയാണ് വർക്ക് പോലും വിട്ടിട്ട് വന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കുക. കിടിലമായിരുന്നു. അയ്യോ കിടിലൻ എക്സ്പീരിയൻസ്. അടിപൊളി. ആ 4K ഡോൾബി അറ്റ്മോസ് എല്ലാ മിക്സും അടിപൊളി. നല്ല പക്ക ക്വാളിറ്റി. നമ്മൾ അടിപൊളിയായിട്ട് എന്താ ഒരു പുതിയ സിനിമ കാണുന്ന അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ട് ഇറങ്ങി. സൂപ്പർ കിടിലൻ എക്സ്പീരിയൻസ്. എന്താ പറയുക, നമ്മളെല്ലാവരും ജനങ്ങൾ ഏറ്റെടുത്തൊരു പടമായിരുന്നു. അതിന് വിഷ്വൽ ക്വാളിറ്റി 4Kയിലും അതുപോലെ ഡോൾബി അറ്റ്മോസിലേക്ക് പടം അടിപൊളിയായിരുന്നു. എന്താ പറയുക, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട പടം. അന്ന് കാലത്ത് ഈ പടം നമുക്ക് ഈ ഒരു ഓളത്തിൽ കിട്ടാത്തതിൻ്റെ ഇതെല്ലാം ഇന്ന് ഫാൻസിനൊപ്പം കാണുമ്പോൾ നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഡാൻസ് ചെയ്യാനും പാട്ട് ചെയ്യാനും കൂടാതെ മണിമ്പള രാജാട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. കിടില എക്സ്പീരിയൻസ്. സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കാരണം ഇത്രയും വർഷത്തിന് 10-12 വർഷത്തിന് ശേഷം കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ആ ഒരു ഫീല് നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല കൊച്ചിയിലേന്ന്. ആദ്യമായിട്ട് കാണുമ്പോൾ എങ്കിലും ശരിയായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി. റീമേക്ക് ചെയ്തപ്പോൾ അത്രയും ക്വാളിറ്റി തന്നെ അവർ ഇറക്കി. ക്വാളിറ്റിയിലൊന്നും മോശം വരുത്താതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. കണ്ടിട്ടുള്ള പടമില്ല, നല്ല പടമായിരുന്നു. കിടിലമായിരുന്നു. രക്ഷയില്ല. കാരണം ഓഡിയൻസ് ഒക്കെ കിടിലമായിരുന്നു. നല്ല വൈബ് പടമായിരുന്നു. എക്സ്പീരിയൻസ് കിടിലം. ഞാൻ 2007 അഞ്ജലിയിൽ വന്ന് കണ്ട പടമാണ് വിഷ്വൽ റിലീസ്. അന്ന് ഈ ഇതിൻ്റെ ഫിലിം പെട്ടിയൊക്കെ കൊണ്ടുവരുന്ന ആനപ്പുറത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയുണ്ട്. പിന്നെ 2 പ്രാവശ്യം കണ്ടു പടം. ഇപ്പോൾ ഇതൊരു 18 വർഷത്തെ ഗ്യാപ്പാണ്. പക്ഷേ നമുക്ക് ആ ഒരു ഗ്യാപ്പൊന്നും ഫീൽ ചെയ്യില്ല. ഇവർ റീമാസ്റ്റർ ചെയ്ത പ്രോസസ്സൊക്കെ കൊള്ളാം. കാരണം അറ്റ്മോസ് മിക്സ് വന്നപ്പോൾ രാഹുൽ രാജിൻ്റെ BGM-ഉം കുറേ പാട്ടിലെ കുറേ സംഭവങ്ങളൊക്കെ എക്സ്ട്രാ കുറേ സാധനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ക്ലാരിറ്റിയും കൊള്ളാം. പിന്നെ ഏറ്റവും ഒരേപോലെ സന്തോഷവും പിന്നെ ചെറിയ നൊമ്പരം എന്ന് പറഞ്ഞാൽ കലാമണിയൊക്കെ വീണ്ടും കലാമണിയെ കാണുമ്പോൾ തന്നെ കയ്യടിയായിരുന്നു. രാജൻ ബി ദേവ്, ജഗതി, അങ്ങനെ കുറേ പേരുടെ പെർഫോമൻസ് വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റി. പിന്നെ തിയേറ്റർ മൊത്തം ഫുൾ വൈബായിരുന്നു. കാരണം ഈ പടത്തിനൊരു ഡൾ മൊമെൻറ്റേ ഇല്ല. 2 മണിക്കൂർ 20 മിനിറ്റും എൻജോയ് ചെയ്യാനുള്ള സാധനമാണ്. അത് ആൾക്കാർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്ലാപ്പ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പാട്ടുകൾക്ക് ചെറിയ ഡയലോഗുകൾ. കാരണം ഇതിലെ കുറേ സാധനമൊക്കെ മെമ്മും ട്രോളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പാമ്പ്, രാജമീദേവിൻ്റെ കഥാപാത്രം, ജഗതിയുടെ. അപ്പോൾ അതൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ മോഹൻലാലിനെ ഇങ്ങനെ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നല്ല എൻജോയ് ചെയ്തു. പക്ക ഒരു പൊളി വൈബ് മൂഡ്. ഇന്നലെ ഒരു ദുരന്ത പടം കണ്ടതിൻ്റെ വിഷമം ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ മാറി. ഒരു എൻജോയ്മെൻറ്റ് മൂഡ്. തിയേറ്ററിൽ വന്ന് ഒരു 2 മണിക്കൂർ ഒന്നും കൂടെ ഒന്ന് രസിക്കാം. പണ്ട് തിയേറ്റർ കണ്ടവർക്കാണെങ്കിൽ ഒന്നും കൂടെ ഒരു മെമ്മറി ആയിരിക്കും. കാണാത്തവർക്ക് ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ്.